ചില ദിവസങ്ങളായി ഞാൻ യെശയ്യാവിൻ്റെ പുസ്തകം ഇങ്ങനെ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചതും ഈ കാലഘട്ടത്തിന് വളരെ പ്രസക്തമായതുമായ ചില ഭാഗങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഇത് കാലഘട്ടത്തിന് വളരെ പ്രസക്തമാണ് എന്ന് പറയുമ്പം അതിൻ്റെ വായനയ്ക്കകത്താണ് നിങ്ങൾക്കത് മനസ്സിലാകാൻ പോകുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം മുതൽ 13-ാമത്തെ വാക്യം വരെ നമ്മുടെ ചിന്തയുടെ ഭാഗങ്ങളാണ്. ഇത് ഒരു പ്രത്യേക ചരിത്ര പശ്ചാത്തലം ഉൾക്കൊണ്ട അനുഗ്രഹീതമായ ഒരു തിരുവെഴുത്താണ്. എന്തുവാണ് ഈ ചരിത്ര പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ? യെശയ്യാവിൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിന് നമ്മൾ ഒരു തലക്കെട്ട് കൊടുത്താൽ യെശയ്യാവ് കണ്ട മഹത്വ ദർശനം, ഒരു ശേഷിപ്പിനെ കുറിച്ചുള്ള വെളിപ്പാട്, ഇത് രണ്ടും അതിൻ്റെ തലക്കെട്ടിൽ നമുക്ക് കൊണ്ടുവരുവാൻ കഴിയും. 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ആ വർഷം യെശയ്യാവ് കണ്ട ദർശനം, ആ ദർശനത്തിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സെറാഫുകളുടെ ആരാധനയും റിവീലായ മഹത്വവും ഈ മനുഷ്യൻ കണ്ടു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ ദർശനം തൻ്റെ കണ്ണ് ദർശിച്ചു കഴിഞ്ഞപ്പോൾ അറിയാതെ നിലവിളിച്ചു പോയൊരു നിലവിളിയാ, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇത് പറഞ്ഞപ്പോൾ അടുത്ത കാര്യം ശ്രദ്ധേയമാണ്. ദൂതൻ യാഗപീഠത്തിലെ കനലുകളിൽ ഒന്ന് കൊടിലുകൊണ്ടെടുത്ത് പറന്നു വന്ന് വായിക്ക് തൊടുപ്പിച്ചു. ഇതാ നിന്റെ അധരങ്ങൾ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നു. അപ്പോൾ ഒരു അഗ്നിസ്പർശനം അവിടെ സംഭവിച്ചു. അത് സാധാരണ അഗ്നിയല്ല, സ്വർഗീയ അഗ്നി. 8-ാം വാക്യം ശ്രദ്ധിച്ചോണം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആര് നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടു. അടിയനെ ഇതാ, അടിയനെ അയക്കണം. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയും നിങ്ങൾക്ക് ആ പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രവാചകൻ ഇപ്പം നിൽക്കുന്നത് ഒരു സാധാരണ നിലയിലല്ല, സ്വർഗീയ അഗ്നിയുടെ സ്പർശനം അനുഭവിച്ച് നിൽക്കുക. അവിടെ ദൈവത്തിൻ്റെ ചോദ്യം ഇതാ, ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം. അപ്പൊ പ്രവാചകന്റെ ഉത്തരം എന്നാ? അടിയനെ ഇതാ, അടിയനെ അയക്കണമേ. ഇതെല്ലാം കൂടെ പറഞ്ഞു വന്നാലേ ഞാൻ പറയാൻ പോകുന്ന എന്തോ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. നമ്മുടെ ചിന്ത സ്വർഗീയ അഗ്നിസ്പർശനമൊക്കെ കിട്ടി നമ്മൾ പുറപ്പാടിന് തയ്യാറാകുകയും ദൈവം നമ്മളെ പുറപ്പെടുവിക്കുകയും ചെയ്താൽ പിന്നെ നമ്മൾ പോകുന്നിടത്തല്ല അതുപോലെ എന്തൊക്കെയോ സംഭവിക്കുന്ന. പക്ഷെ ഇവിടെ യെശയ്യാവിന് കിട്ടുന്ന നിയോഗം നേരെ തിരിച്ചാണ്. സ്വർഗീയ കനലുകളുടെ സ്പർശനം അനുഭവിക്കുന്നവൻ കനലുകളുമായി വേറെ കുറെ കനലുകളെ സൃഷ്ടിക്കാൻ പുറപ്പെടുന്നു എന്നുള്ള ചിന്ത ഇവിടെ കാണാൻ പറ്റുകയില്ല. അഗ്നിസ്പർശനം അനുഭവിച്ചവൻ ഇവിടെ പുറപ്പെടുന്നത് വേറൊരു ഉദ്ദേശത്തിലാണ്. അപ്പൊ ഞാൻ പറയാം, സ്വർഗീയ ശക്തിയാൽ നിറയപ്പെട്ടവന്റെ പുറപ്പാടുകളിൽ വ്യത്യസ്തതയുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുറപ്പാടാണ് ഇവിടെ ഈ വാക്യത്തിൽ കിടക്കുന്നത്. ആമേൻ. എന്തുവാ പുറപ്പാട്? 9-ാമത്തെ വാക്യം. അപ്പോൾ അവൻ അരുളി ചെയ്തത്, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ ഒരു ചിന്ത പലർക്കും പിടികിട്ടുകയില്ല. ആമേൻ. എല്ലാവരും ഒരു സ്പർശനമുണ്ടായാൽ, ഒരഭിഷേകം വ്യാപരിച്ചാൽ
ആ അഭിഷേകവുമായി മറ്റെന്തൊക്കെയോ ചെയ്യാനുള്ള ഒരു പരിശ്രമം നടത്തുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ച, ജനത്തോട് അനുകൂലിച്ച് നിന്നൊരു ദൂതല്ല പ്രവാചകൻ പറയുന്നത്, ജനത്തിന് എതിരായിട്ടുള്ള ഒരു ദൂത. കേട്ടോ, നീ ചെന്ന് ഈ ജനത്തോട് പറയേണ്ടത്, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല. ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവി കൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സ് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ ഇരിക്കേണ്ടതിന് നീ അവരുടെ ഹൃദയം തടിപ്പിക്കുകയും അവരുടെ ചെവി മന്ദമാക്കുകയും അവരുടെ കണ്ണ് അടച്ചു കളയുകയും ചെയ്യുക. സാന്നിധ്യം നിറഞ്ഞു കഴിയുമ്പോൾ, അഭിഷേകം നിറഞ്ഞു കഴിയുമ്പം നമ്മുടെ ചിന്ത പോയി എല്ലാവരെയും ഇതുപോലെ കത്തിച്ച് എല്ലാവരും ഇതുപോലെ ഉണർത്തി വലിയൊരു വിപ്ലവം ഉണ്ടാക്കുക. അതല്ല ഇവിടെ സംഭവിക്കുന്നത്. എല്ലായ്പ്പോഴും ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഇതാ, അഗ്നിയുടെ സ്പർശനം. ഏതഗ്നി? സ്വർഗീയ അഗ്നിയുടെ സ്പർശനം അനുഭവിച്ച പ്രവാചക, നിന്റെ അകത്തു വ്യാപരിക്കുന്ന കനല് ഒരു വലിയ ഉണർവിന്റെ പ്രഭാഷകനാക്കി നിന്നെ മാറ്റുകയല്ല, ഒരു വലിയ തിരുത്തൽ ശക്തിയാക്കി നിന്നെ മാറ്റാൻ പോവുകയാണ്. പാപത്തിനെതിരെ ഗർജിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി, അനാത്മീക പ്രവണതകൾക്കെതിരെ ഗർജിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി, ജനത്തിന്റെ വികടമായ നടപ്പിനെതിരെ പ്രതികരിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി. കർത്താവിന് അങ്ങനെ ചിലരെ ആവശ്യമുണ്ട്. ഞാനിത് പറയുമ്പോൾ പേര് പറഞ്ഞ് ആക്ഷേപിക്കാൻ വേണ്ടിയാണ്, അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അല്ല, ജനത്തിന്റെ അനാത്മീക പ്രവണതയ്ക്കെതിരെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആലോചനയിൽ നിന്നുകൊണ്ട് സംസാരിക്കുക. ജനപക്ഷത്ത് നിന്ന് ജനത്തിന് വേണ്ടി സംസാരിക്കാതെ ദൈവിക സ്പർശനം അനുഭവിച്ചവനെ ദൈവപക്ഷത്തിൽ നിന്ന് ദൈവത്തിന് വേണ്ടി സംസാരിക്കുക. ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്ക് മാത്രമേ ദൈവത്തിങ്കലേക്ക് ജനത്തെ മടക്കിക്കൊണ്ട് വരുവാൻ കഴിയത്തുള്ളൂ. ഇത് ദൈവം അവലംബിച്ച കാര്യമാണ്. പ്രവാചകന് നിയോഗം കൊടുത്തത് വേറൊരു പ്രവാചകനല്ല. പ്രവാചകനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞത് ദൈവമാണ്. അതുകൊണ്ട് മറ്റൊരാള് പറഞ്ഞു, ഈ ആള് പറഞ്ഞു, അതൊന്നും ഇപ്പൊ ഇവിടെ പര്യാപ്തമായ വാക്കുകളല്ല. ഇവിടെ ഏറ്റവും പര്യാപ്തമായ വാക്ക് ദൈവം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ ദൈവസന്നിധിയിൽ വിധേയപ്പെട്ട, അഭിഷേകത്താൽ നിറയപ്പെട്ട, ആത്മശക്തിയാൽ ജ്വലിക്കുന്ന ഒരുവന് പറയാനുള്ള ഈ തലമുറയോടുള്ള ദൂതിത എന്താ? ദൂത് ജനത്തോട് പറയണം, നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുന്നില്ല, നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ഇതാണ് ജനത്തോട് പറയേണ്ടത്. ഞാൻ ഈ പ്രവചന ഭാഗത്ത് ഇങ്ങനെ പഠിച്ചു വന്നപ്പോൾ ഇതിൻ്റെ രണ്ട് പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്നാമത്തെ പ്രസക്തി വർത്തമാനകാല പ്രസക്തിയാണ് എന്ന് പറയുമ്പോൾ, പ്രവാചകൻ ഈ പ്രവചനം നടത്തുമ്പോൾ അതിനൊരു വർത്തമാനകാല പ്രസക്തിയുണ്ട്. അർത്ഥാൽ പ്രവാചകന്റെ കാലഘട്ടമായിട്ട് അതിന് ബന്ധമുണ്ട്. അപ്പോൾ തന്നെ ഈ പ്രവചനത്തിന് ഒരു ഭാവികാല പ്രസക്തിയുണ്ട്. ഭാവികാല പ്രസക്തി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ കാലം മുതൽ ഇന്നുവരെയുള്ള സകലമാന ജനത്തിലേക്കും ഒരുപോലെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ഒരു പ്രവചന ശബ്ദം. ഇതുപോലെ രണ്ട് കാലങ്ങളെ ഒരുപോലെ സ്പർശിക്കുന്ന ഒരു പ്രവചനം വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര ഗൗരവമാണ് ഈ പ്രവചനം. യെശയ്യാവിന്റെ കാലഘട്ടത്തിലെ ജനത്തോട് യെശയ്യാവ് ലൈവായിട്ട് പറയുക, ഇതേ പ്രവചനം യേശു എടുത്ത് ആവർത്തിച്ചു പറഞ്ഞു. ഞാൻ വ്യക്തമാക്കാം പുറകാലെ. ഇതേ പ്രവചനം പൗലോസ് എടുത്ത് പറഞ്ഞു.
അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തിൽ. അപ്പം പഴയ നിയമത്തിന്റെ ഒരു പ്രവചനം ആ കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നു. ആ പ്രവചനം യേശുവിന്റെ കാലമായ സുവിശേഷ കാലഘട്ടത്തിൽ പ്രസക്തമായിരുന്നു. ആ പ്രവചനം സഭാകാലയളവായ പൗലോസിന്റെ കാലഘട്ടത്തിലും എൻ്റെ കാലഘട്ടത്തിലും പ്രസക്തമായിരുന്നു. ശരിക്കും എന്താ അതിനകത്ത് കിടക്കുന്നത്? ഞാനതിനെ പലതായിട്ട് തരംതിരിച്ചാണ് പഠിക്കുവാൻ ശ്രമിച്ചത്. അതിലൊന്നാമത്തെ കാര്യം, അവർ കേൾക്കുന്നു പക്ഷേ ഗ്രഹിക്കുന്നില്ല. ദൈവശാസ്ത്ര വിശദീകരണങ്ങൾ, ദൈവവചനത്തിൻ്റെ കൂലങ്കർഷമായിട്ടുള്ള വിശകലനങ്ങൾ, പഠിപ്പിക്കലുകൾ, കുറ്റമറ്റ വ്യാഖ്യാനങ്ങൾ, കറയറ്റ ദൈവവചനത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, ഇതൊക്കെ കണ്ണുമിഴിച്ചും കാതു തുറന്നുമിരുന്ന് കേൾക്കുന്നുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. കണ്ടുകൊണ്ടിട്ടും തിരിച്ചറിയുന്നില്ല. അതാ ഒന്നാമത്തെ കാര്യം. വലിയ അക്ഷരത്തിൽ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു, വ്യക്തമാക്കത്തക്ക വിധത്തിൽ വ്യാഖ്യാനിക്കുന്നു, പക്ഷേ തിരിച്ചറിയുന്നില്ല. കണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ഇസ്രായേലെ കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞത് അത് ഒരു ബാഹ്യ ശക്തി ഉള്ളത് കൊണ്ടല്ല, അവരിൽ തന്നെയുള്ള മാനുഷിക ചിന്ത കൊണ്ട് അവർ കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞതാണ്. യേശു ഈ പ്രവചനത്തെ എങ്ങനെ പറഞ്ഞേക്കുന്നതെന്നറിയോ? മത്തായി സുവിശേഷം 13 അധ്യായം 14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ചെവിയാൽ കേൾക്കും, ഗ്രഹിക്കുകയില്ലതാനും, കണ്ണാൽ കാണും, ദർശിക്കയില്ലതാനും. ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെ ഇരിക്കേണ്ടതിന് തന്നെ. യേശു ആ ജനത്തെ നോക്കി ഈ പ്രവചനം എടുത്തുച്ചരിക്കുക. ആരാ ഇവിടുത്തെ പ്രസംഗകൻ? യേശു. യേശുവിനേക്കാൾ വലിയ പ്രസംഗനുണ്ടോ? ഇല്ല. ആ യേശു പ്രസംഗിച്ചിട്ട് ഇവർ കേട്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രസംഗം, അവതരണ മികവ്, അവതരണ കല, വെളിപ്പാട്, അത് സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റുള്ള വെളിപ്പാട്, കലർപ്പില്ലാത്ത വാക്ക്, ഒറിജിനൽ വചനം, മായമില്ലാത്ത പാല്. ഇത് കേട്ടിട്ട് ഈ ജനം ഗ്രഹിച്ചില്ല. അന്നും അങ്ങനെ, ഇന്നും അങ്ങനെ. മന്ത്രവാദി സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയിട്ട് കേൾക്കാത്ത പൊട്ടയണലി എന്ന് പറയുന്നത് പോലെ വചനത്തെ എത്ര കാര്യമായി വ്യക്തമാക്കിയാലും മനസ്സിലാകാത്ത ഒരു ജനസമൂഹം. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ഗൗരവത്തോടെ കേട്ടോണം. ഇതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് വരുമ്പോഴേ ഇങ്ങനെ തുടർന്നാലുള്ള അപകടം എന്താണെന്ന് മനസ്സിലാകുന്നത്. ഇതിൻ്റെ ഫിനിഷിങ്ങിലോട്ട് വരുമ്പോഴേ കേട്ട് ഗ്രഹിച്ചാലുള്ള അനുഗ്രഹം എന്താണെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ യേശു ഇവരുടെ ആ മനോഭാവത്തെ, പ്രവാചകന്റെ പ്രവചനത്തെ ഉദ്ധരിച്ച് സംസാരിച്ചു. ഇതിൻ്റെ അവസാനത്തെ നിഷേധം പൗലോസ് ഉദ്ധരിച്ചതാണ്. അത് സഭാകാലയളവിലാണ്. അപ്പോസ്തല പ്രവൃത്തി 28 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ആ കാര്യത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ ഒരു ദിവസം നിശ്ചയിച്ചിട്ട് പലരും അവൻ്റെ പാർപ്പിടത്തിൽ അവൻ്റെ അടുക്കൽ വന്നു. അവരോട് അവൻ ദൈവരാജ്യത്തിൽ നിന്ന് സാക്ഷ്യം പറഞ്ഞു. അടുത്തത്, മോശയുടെ ന്യായപ്രമാണവും പ്രവാചക പുസ്തകങ്ങളും ആധാരമാക്കി യേശുവിനെ കുറിച്ച് അവർക്ക് ബോധം വരുമാറ് രാവിലെ തുടങ്ങി സന്ധ്യ വരെ വിവരിച്ചു. അവൻ പറഞ്ഞത് ചിലർ സമ്മതിച്ചു, ചിലർ വിശ്വസിച്ചില്ല. ഇന്ന് സഭയിൽ അങ്ങനല്ലേ? ഒരു പ്രസംഗം പുറപ്പെട്ടാൽ ചിലര് സമ്മതിക്കും, ചിലര് സമ്മതിക്കുകയില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ,
ഈ ബൈബിൾ ഉദ്ധരിച്ചാണ് ദൈവവചനം സംസാരിക്കുന്നതെങ്കിൽ കെട്ടുകഥകളും അന്തമില്ലാത്ത വംശാവലികളും കിഴവിക്കഥകളും ഇല്ലാതെ ദൈവവചനത്തെ ദൈവവചനമായി നിങ്ങളുടെ മുൻപിൽ വരച്ചു കാട്ടുകയാണെങ്കിൽ, അതിനകത്ത് നിങ്ങളുടെ ചിന്താഗതികൾ ചേർത്ത് പുത്തൻ തിയോളജിയും തിയറീസും ഉണ്ടാക്കി വചനത്തിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കാനിരിക്കാതെ ദൈവവചനത്തെ സമ്മതിക്കണം, ദൈവവചനത്തെ വിശ്വസിക്കണം. ചിലർ വിശ്വസിച്ചു, ചിലർ സമ്മതിച്ചില്ല. 25-ാമത്തെ വാക്യം, അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാ? എന്തോ പറഞ്ഞേ? നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. സ്തോത്രം. ഏറ്റവും താഴോട്ട് നോക്കി, എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. 28, ആകയാൽ ദൈവം തന്റെ രക്ഷ ജാതികൾ കഴിച്ചിരിക്കുന്നു, അവർ കേൾക്കുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ എന്ന് യെശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. ഇത് ഏത് കാലയളവാ? യെശയ്യാവ് പ്രവചിച്ച കാലയളവ് പ്രവാചക കാലം, പഴയ നിയമം. യേശു പ്രവചിച്ച കാലം സുവിശേഷ കാലം. പൗലോസ് പറഞ്ഞ കാലം സഭാകാലം. പൗലോസ് അവരോട് പറയുകയാണ്, എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതിന് അവരിൽ നിവർത്തി വന്നു. സഹോദരങ്ങളെ, ഇത് ദുഃഖകരമാണ്. എങ്കിലും ദൈവജനത്തിന്റെ ശരിയായ ചിത്രമാണ് ഇതിനകത്ത് നമ്മൾ കാണുന്നത്. ഭയങ്കര കേൾവിയുണ്ട്, പക്ഷേ ഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്ന് കരുതുക. ദൈവവചനത്തെ നന്നായി പഠിക്കണം, നന്നായി ഗ്രഹിക്കണം. സ്തോത്രം. എന്തുകൊണ്ട് അവർ കേൾക്കുന്നില്ല? എന്തുകൊണ്ട് അവർ ഗ്രഹിക്കുന്നില്ല? ഞാൻ ആ വിഷയത്തിൽ ദൈവവചനത്തെ ഇങ്ങനെ വിശകലനം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നത്, അവർ മത്സരമുള്ള ഒരു ജനവും ഭോഷ്കു പറയുന്ന മക്കളും യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത സന്തതിയുമല്ലോ. എന്തുവാ? അതാ അവരുടെ പ്രശ്നം. അവർ മത്സരമുള്ള, ഉച്ചത്തിൽ പറഞ്ഞാട്ടെ, അവരാരാ? 2, ഭോഷ്കു പറയുന്ന, ഉച്ചത്തിൽ പറ, ഭോഷ്കു പറയുന്ന മക്കൾ. 3, യഹോവയുടെ ന്യായപ്രമാണം അറിയാത്തവരെന്നല്ല, അനുസരിക്കാത്ത സന്തതി. ഇതാണ് അവരുടെ 3 കുഴപ്പം. ഇനി 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവരടുത്ത കാര്യം പറയുന്നത്, അവർ ദർശകന്മാരോട് പറഞ്ഞു ദർശിക്കരുത്, പ്രവാചകന്മാരോട് പറഞ്ഞു നേരുള്ളത് ഞങ്ങളോട് പ്രവചിക്കരുത്. അടുത്തത് അവരുടെ ആവശ്യം എന്നാ? മധുരവാക്ക് ഞങ്ങളോട് സംസാരിക്കണം, വ്യാജങ്ങളെ പ്രവചിക്കണം, വഴിവിട്ട് നടപ്പീൻ, പാത തെറ്റി നടപ്പീൻ, ഇസ്രായേലിന്റെ പരിശുദ്ധനെ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീങ്ങുമാറാക്കുവീൻ. ഈ ജനത്തിന് എത്ര സാമർത്ഥ്യത്തോടെ വചനം പറഞ്ഞാലും കേൾക്കാൻ പറ്റില്ല, അവർക്ക് ഗ്രഹിക്കാൻ പറ്റുകയില്ല. അവർക്ക് വേണ്ടുന്നത് വചനമല്ല, അവർക്ക് വേണ്ടുന്നത് മധുരവാക്ക. അനുഗ്രഹം, ഉയർച്ച, മാന്യത, ഇതെല്ലാമാണ് അവർക്ക് കേൾക്കേണ്ടത്, മധുരവാക്ക്. അല്ലാതെ ദൈവം എന്താണ് പറയുന്നത് എന്നവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ല. ഇന്ന് പകല് നിങ്ങൾ ഗൗരവത്തോടെ കേട്ടോണം. ദൈവം എപ്പോഴും വാളും വടിയുമായി നിൽക്കുന്നവനല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചതുപോലെ കേട്ട് അനുസരിച്ചാൽ ദേശത്തിന്റെ നന്മ അനുഭവിക്കും. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ ശൈലി. കേൾക്കണം, അനുസരിക്കണം. കേട്ട് അനുസരിച്ചാൽ നിനക്ക് ദേശത്തിന്റെ നന്മ.
ആ നന്മയെ തടയാൻ ഒരു മന്ത്രവാദിക്കും പറ്റുകയില്ല. ആ നന്മയെ തടയാൻ ഒരു ആഭിചാരകനും പറ്റുകയില്ല. ആ നന്മയെ തടയാൻ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും കഴിയത്തില്ല. ആ നന്മയെ തടയാൻ ഒരു രാഷ്ട്രീയ ശക്തിക്കും കഴിയത്തില്ല. ആ നന്മയെ തടയാൻ ഒരു അധികാരവർഗത്തിന് കഴിയത്തില്ല. കാരണം അവർ കേട്ട് അനുസരിച്ച് നന്മ പ്രാപിക്കുന്നവരാണ്. ഇവിടെ ജനത്തിന്റെ സ്ഥിതി കേൾക്കാനും വയ്യ, അനുസരിക്കാനും വയ്യ. ഏത് വേണം? മധുരവാക്ക് വേണം. അത് കിട്ടുകയല്ല. കേൾക്കണം, അനുസരിക്കണം. അനുസരിച്ചാൽ ദേശത്തിൻ്റെ നന്മ. ഇതാണ് ദൈവവചനത്തിൻ്റെ ശൈലി. അപ്പം ജനത്തിന് എപ്പോഴും ഏതാ വേണ്ടുന്നത്? മധുരവാക്ക്. ദർശകന്മാരോട് അവരെന്താ പറയുന്നത്? ദർശിക്കരുത്. പ്രവാചകന്മാരോട് അവരെന്താ പറയുന്നത്? നേരുള്ളത് ഞങ്ങളോട് പറയരുത്, പകരം ഏത് പറയണം? ഇതാണ് ജനത്തിൻ്റെ മനോഭാവം. നേരുള്ളത് പറയരുത്. എൻ്റെ പൊന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് നിങ്ങൾ ദൈവവചനത്തെ റിജക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതേ മനോഭാവം, നേരുള്ളത് കേൾക്കാനുള്ള ഇഷ്ടമില്ല, അത് ഞങ്ങളോട് പറയരുതെന്നാണ് പറയുന്നത്. പ്രഭാത പുസ്തകം 32-8 വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം പറയുന്നത്, മോശയോട് പറയും, നീ വേഗം ഇറങ്ങിച്ചല്ലേ. 8 വാക്യത്തിൽ ഇങ്ങനെയാ, ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു. എന്ത് ചെയ്തു? എന്താണോ പറഞ്ഞത് അതിനെ അവരെന്ത് ചെയ്തു? വേഗത്തിൽ വിട്ടുമാറി. പകരം അവരെന്ത് ചെയ്തു? ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്കെങ്ങനെ വഴിതെറ്റി നടന്നാലും സ്വർഗത്തിലെത്താം എന്നുള്ള ഒരു ടൈപ്പ് പഠനമാണ് ഇപ്പം നടക്കുന്നത്. അതിനാണ് പല വ്യാഖ്യാനങ്ങളും പല പേരുകളും ഇട്ട് പലരും രംഗത്ത് വരുന്നത്. അത് നടക്കുകയല്ല. വചനത്തെ എഴുതിയിരിക്കുന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയും എഴുതിയിരിക്കുന്ന അർത്ഥത്തിൽ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നിത്യതയുടെ കവാടം തുറക്കപ്പെടത്തുള്ളൂ. ഇങ്ങനെ ഈ വചനം വിട്ട് കേട്ടിട്ട് ഗ്രഹിക്കാതെ പോകുന്നവർക്ക് എന്നാ പിന്നീട് സംഭവിക്കുന്നത്? ഞാൻ യിരെമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, യിരെമ്യാവ് 15:1-2, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും ശമൂവേലും എൻ്റെ മുൻപാകെ നിന്നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായുകയില്ല. അവരെ എൻ്റെ മുൻപിൽ നിന്ന് ആട്ടിക്കളക, അവർ പൊയ്ക്കൊള്ളട്ടെ. എന്തുവാ അതിൻ്റെ അർത്ഥം? മോശയും ശമൂവേലും ഇവരുടെ പ്രത്യേകത എന്താ? ഇവരാണ് ഏറ്റവും അധികം ഇടിവിൽ നിന്നിട്ടുള്ളത്. ഈ ജനത്തെ നശിപ്പിപ്പാൻ എന്നെ വിടുക എന്ന് ദൈവം പറഞ്ഞപ്പോൾ മോശ പറഞ്ഞു, ചെയ്യരുത്. ശമൂവേൽ ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിന്നു. ഇവർ രണ്ടുപേരുമാണ് ഏറ്റവും അധികം ജനത്തിന് വേണ്ടി പക്ഷപാതം ചെയ്തത്. ദൈവം പറയുക, ഇനിയും ആ പഴയ മോശ എൻ്റെ മുന്നിൽ വന്നു നിന്നാലും, ആ പഴയ പ്രവാചകൻ ശമൂവേൽ എൻ്റെ മുമ്പിൽ വന്നു നിന്നാലും, എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കലേക്ക് ചായുകയില്ല. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ചിലരെ മടക്കിയെടുക്കാൻ ദൈവഹൃദയം ശ്രമിക്കുകയും ദൈവഹൃദയം ആലോചന പറയുകയും ദൈവഹൃദയം വചനത്തിലൂടെ തിരുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യും. എന്നിട്ടും തിരുത്താൻ മനസ്സില്ലാതെ ഇരിക്കുന്ന ഒരുവനെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നത് ഇങ്ങനെയാണ്, മോശയും ഈ ശമൂവേലും എൻ്റെ മുമ്പാകെ നിന്നാലും എൻ്റെ മനസ്സ് തിരികെയല്ല. കാരണം ഞാൻ അവനെ മടക്കിയെടുക്കാൻ ഒരുപാട് ശ്രമിച്ചതാ. ഇന്ന് പകലിൽ വചനത്തിലേക്ക് തിരിച്ചു വാ. ഇത് ദൈവഹൃദയത്തിന്റെ വിലാപം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അതിനകത്തെ ആ ഭയങ്കര ദൈവിക കരുതലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ദൈവം പറയുക, പ്രവാചക, ഞാൻ നിന്നെ അഗ്നി കൊണ്ട് തൊട്ടത്
നീ ഒരു വലിയ പ്രവാചകൻ എന്ന് ലോകം അറിയാനല്ല. ഈ ജനത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം. ചിലരെ എനിക്ക് മടക്കിയെടുക്കണം. ചിലരെ എനിക്ക് വേണം. വചനം ഗ്രഹിക്കാത്ത, വചനം മനസ്സിലാക്കാത്ത, മനസ്സുകൊണ്ട് തിരിയാത്ത ഒരു കൂട്ടത്തെ എനിക്ക് തിരിച്ചു പിടിക്കണം. അവിടെ യിരെമ്യാവ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവേ, എവിടേക്ക് പോകേണ്ടു എന്ന് അവർ ചോദിച്ചതിന് നീ അവരോട് മരണത്തിനുള്ളവർ മരണത്തിൽ, വാളിനുള്ളവർ വാളിന്, ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിന്, പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിന് പൊയ്ക്കൊള്ളട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ശരിക്കും വചനം കേട്ടായിരുന്നെങ്കിൽ, പാപത്തിൽ നിന്ന് തിരിഞ്ഞായിരുന്നെങ്കിൽ മരണത്തിനുള്ളവർ മരണത്തിലേക്ക് പോകത്തില്ലായിരുന്നു. അവിടെ ഒരു രക്ഷ വന്നേനെ. വാളിനുള്ളവർ വാളിൽ പോകത്തില്ലായിരുന്നു, ഒരു വിടുതൽ വന്നേനെ. ക്ഷാമത്തിനുള്ളവർ ക്ഷാമത്തിലേക്ക് പോകത്തില്ലായിരുന്നു. പ്രവാസത്തിനുള്ളവർ പ്രവാസത്തിലേക്ക് പോകത്തില്ലായിരുന്നു. ഇപ്പൊ കർത്താവ് പറയാ, ഇനിയും അവരിലേക്ക് എൻ്റെ മനസ്സ് തിരിയത്തില്ല. കാരണം അവരുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും ഗ്രഹിക്കുന്നില്ല, കാതുകൊണ്ട് കേൾക്കുന്നുണ്ടെങ്കിലും തിരിച്ചറിയുന്നില്ല. അവർ പൊയ്ക്കൊള്ളട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പകല് ദൈവഹൃദയം നമ്മളെ ഉപേക്ഷിക്കരുത്. നീ വചനത്തിന് തിരിഞ്ഞു നിൽക്കുമ്പോൾ, ദൈവസഭയ്ക്കകത്തിരുന്നിട്ട് അശ്രദ്ധമായി ഇരുന്ന് അനാവശ്യമായ കാര്യങ്ങളെ മനസ്സിലേറ്റിലാളിച്ച് അനാവശ്യമായ കാര്യങ്ങളിലേക്ക് നിന്റെ ശ്രദ്ധ നീ ഇങ്ങനെ വിടുമ്പോ ദൈവഹൃദയം നിന്നെ തള്ളാനുള്ള സാധ്യതയുണ്ടെന്ന് ഇന്ന് പകല് മറക്കരുത്. അപ്പൊ വാളിനുള്ളവർ എങ്ങോട്ട് പോകട്ടെ? വാളിലേക്ക് പോകട്ടെ. ക്ഷാമത്തിനുള്ളവർ എങ്ങോട്ട് പോകട്ടെ? ക്ഷാമത്തിലേക്ക് പോകട്ടെ. രക്തത്താൽ ജയം. ഇനിയും അവരുടെ രണ്ടാമത്തെ പ്രശ്നം, അവർ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. ഒരുമിച്ച് പറഞ്ഞേ, അവർ കണ്ടിട്ടും എന്ത് ചെയ്യുന്നില്ല? ഗ്രഹിക്കുന്നില്ല. ഒന്നുകൂടെ, അവർ കണ്ടിട്ടും ഗ്രഹിക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തെ സ്വീകരിക്കുവാൻ കഴിയാത്ത വിധം അവരുടെ ബുദ്ധി അടച്ചു കളഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. വചനത്തെ സ്വീകരിക്കാതെ വണ്ണം അവരുടെ ബുദ്ധി അടച്ചു കളഞ്ഞു. അതെ, യെഹെസ്കേലിന്റെ പുസ്തകം 3-7 വാക്യത്തിൽ, ഇസ്രായേൽ ഗൃഹമോ നിന്റെ വാക്ക് കേൾക്കയില്ല. ആമേൻ. എന്റെ വാക്ക് കേൾപ്പാൻ അവർക്ക് മനസ്സില്ലല്ലോ. ഇസ്രായേൽ ഗൃഹമൊക്കെയും കടുത്ത നെറ്റിയും കഠിന ഹൃദയവും ഉള്ളവരത്രേ. അവർ കേൾക്കുകയല്ല. അപ്പൊ ഒന്ന്, അവർ കാണും പക്ഷേ ഗ്രഹിക്കുകയല്ല. രണ്ട്, അവർ കേൾക്കും പക്ഷെ ഗ്രഹിക്കുകയല്ല. മൂന്ന്, അവർ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയല്ല. അവിടെ എല്ലാം ഗ്രഹിക്കുക എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തെ ഭാഗം, മനസ്സ് തിരിഞ്ഞു വരാത്തത് കൊണ്ട് അവർ സൗഖ്യമാക്കപ്പെടുകയില്ല. ശരിക്കും ദൈവത്തിൻ്റെ ഇഷ്ടം എന്ത് ചെയ്യണം? നമ്മൾ മനസ്സ് തിരിഞ്ഞു വരണമെന്നുള്ളതാണ്. എവിടെ നിന്ന്? ആ വചനം കേൾക്കാനുള്ള വൈമനസ്യത്തിൽ നിന്ന്. നിങ്ങൾ ഈ വചനം എന്ന് പറയുമ്പോൾ പാസ്റ്ററുടെ പ്രസംഗമാണെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന് പറയാനുള്ള ദൈവത്തിൻ്റെ ആലോചന, അത് കേൾക്കാനുള്ള മനസ്സില്ല, അത് ഗ്രഹിക്കാനുള്ള മനസ്സില്ല. ആ മനസ്സൊന്ന് തിരിഞ്ഞു വരുന്നില്ല. അതുകൊണ്ട് അവരെ സൗഖ്യമാക്കുന്നില്ല. വചനം നിരസിച്ചു എന്ന് മാത്രമല്ല, അതിലെ നിർദ്ദേശങ്ങൾക്കെതിരെ കഠിനമായി യഹൂദ മത്സരിച്ചു. കഠിനമായി മത്സരിക്കുന്നു. ശരിക്കും അപ്പോസ്തലപ്രവൃത്തി 7-51 വാക്യത്തിലേക്ക് വരുമ്പോൾ അവരെ കുറിച്ച് പൗലോസ് പറയുന്നത്, ശാഠ്യക്കാരും ഹൃദയത്തിന് ചെവിക്കും പരിച്ഛേദനയില്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. ശാഠ്യക്കാർ,
ഹൃദയത്തിന് പരിച്ഛേദനയില്ലാത്തവർ മറുത്തു നിൽക്കുന്നു. ശരിക്കും അവർക്ക് ഇപ്പം നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്നറിയോ? ആത്മീക സ്പർശനം അവർക്ക് നഷ്ടപ്പെട്ടു. 2, ആത്മീക കേൾവി അവർക്ക് നഷ്ടപ്പെട്ടു. 3, ആത്മീക കാഴ്ച അവർക്ക് നഷ്ടപ്പെട്ടു. ഇതെല്ലാം ക്ഷയിച്ചു പോയി. നമ്മൾ ശരിക്കും വളരണമെങ്കിൽ ഇത് 3 വേണം. 1, ആത്മീക സ്പർശനം. ഈ ആത്മീക സ്പർശനം അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ ദൈവത്തിൻ്റെ ഇടപെടൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തുള്ളൂ. മന്ദമായി നമ്മെ തൊടുന്ന ദൈവീക സ്പർശനം, ഇതിനെ തിരിച്ചറിയാൻ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് പറ്റണം, നമ്മുടെ ത്വക്കിന് പറ്റണം. അവരുടെ ആത്മീക സ്പർശനം നഷ്ടപ്പെട്ടു. 2, അവരുടെ ആത്മീക കേൾവി നഷ്ടപ്പെട്ടു പോയി. 3, അവരുടെ ആത്മീക കാഴ്ച നഷ്ടപ്പെട്ടു പോയി. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ പ്രവാചകനോട് ഇതെല്ലാം നീ പറയണം എന്നാ പറയുന്നത്. തിരിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് തന്നെ വന്നേ. 9ഉം 10ഉം വാക്യങ്ങളിൽ ഇതെല്ലാം അവരോട് പറയണം. 11ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ ദൈവത്തോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുക. കർത്താവേ, എത്രത്തോളം? കർത്താവേ, എത്രത്തോളം? മനുഷ്യരുടെ ഒരു സ്ഥിതി എന്നാണെന്നറിയാം. കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുമ്പം ഇവർക്ക് ദൈവത്തെ വേണ്ട, ദൈവവയം വേണ്ട, ദൈവകൃപയും വേണ്ട. പക്ഷെ പ്രശ്നം വരുമ്പോൾ ദൈവത്തിലേക്ക് വരുമെന്നുള്ളത്. ആ സമയത്താണ് കർത്താവ് പറയുന്നത്, ശമൂവേലും മോശ എൻ്റെ മുമ്പിൽ നിന്നാലും. ഇവിടെ പ്രവാചകൻ ചോദിക്കുക, കർത്താവേ, ഇങ്ങനെ ഈ ജനം ഇങ്ങനെ എത്രത്തോളം പോകും എന്ന് ചോദിച്ചപ്പം കർത്താവ് മറുപടി പറയുന്നത്, പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകൾ ആളില്ലാതെയും ശൂന്യമായി ദേശം തീരെ പാഴായി പോകുകയും യഹോവ മനുഷ്യരെ ദൂരത്ത് അകറ്റിയിട്ട് ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാക്കുകയും ചെയ്യുവോളം തന്നെ എന്ന് ഉത്തരം പറഞ്ഞു. എത്രത്തോളം? ഒരു ദൂത് പറയാനുള്ള നിയോഗം എനിക്കുണ്ട്. നിന്റെ നേരെ വിരൽ ചൂണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ആലോചനകളെ കേട്ടിട്ട് ഗ്രഹിക്കാതെ, കണ്ടിട്ട് തിരിച്ചറിയാതെ, മനസ്സുകൊണ്ട് തിരിയാതെ നീ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ശൂന്യമാകും. വീടുകൾ ആളില്ലാതെ വരും, നിർജ്ജന പ്രദേശങ്ങൾ ഉണ്ടാകും. പോയവർ പോയതാ, നഷ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടതാ. നിന്നെ മടക്കിയെടുക്കാൻ ദൈവം ആവോളം ശ്രമിച്ചതാ. അതിന് ദൈവം എത്രയോ പ്രാവശ്യം സംസാരിച്ചു, ദൈവം എത്രയോ പ്രാവശ്യം ഇടപെട്ടു, ദൈവം തന്റെ ദാസന്മാരെ എത്രയോ പ്രാവശ്യം അയച്ചു. മനം തിരിയാതെ വന്നതുകൊണ്ട്, കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞതുകൊണ്ട്, മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു വരാഞ്ഞതുകൊണ്ട്, എത്രത്തോളം എന്ന ചോദ്യത്തിന് ഉത്തരം ഇതാണ്: വീടുകൾ ശൂന്യമാകുന്നതുവരെ, പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെ പോകുന്നതുവരെ, കാലഘട്ടത്തിന്റെ ശക്തിയേറിയ വചനത്തിന്റെ കേൾവിയുടെ മുൻപാകെ ഇന്ന് പകലിൽ അശ്രദ്ധമായി, അലക്ഷ്യമായി നീ ഇരിക്കുമ്പോൾ ഈ വചനം നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ശിക്ഷാവിധികളായി മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകലിൽ നീ മറക്കരുത്. ഒന്ന്, പട്ടണങ്ങൾ നിവാസികളില്ലാതെ പോകും. 2, ദേശം തീരെ പാഴായി പോകും. 3,
വീടുകൾ ശൂന്യമായി പോകും. 4, ദേശത്തിൻ്റെ നടുവിൽ വലിയൊരു നിർജ്ജന പ്രദേശം ഉണ്ടാകും. എന്തുവാ ഇതിനുള്ള കാരണം? ഇതിനുള്ള കാരണം എന്താ? കേട്ടിട്ട് തിരിച്ചറിഞ്ഞില്ല, കണ്ടിട്ട് ഗ്രഹിച്ചില്ല, ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സുകൊണ്ട് തിരിഞ്ഞ് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതെ അവരുടെ ഹൃദയത്തെ തടിപ്പിച്ചു, അവരുടെ ചെവി മന്ദമാക്കി, അവരുടെ കണ്ണ് അടച്ചു കളഞ്ഞു. അതുകൊണ്ട് ഈ 4 കാര്യം സംഭവിക്കും. ഇവിടെ പ്രസംഗിക്കുന്നത് റെജിപ്പാസ്റ്ററുടെ പ്രസംഗമല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് റെജിപ്പാസ്റ്റർ എഴുതി പിടിപ്പിച്ച ഒരു പുസ്തകമല്ല. ഇവിടെ പ്രസംഗിക്കുന്നത് കാലഘട്ടത്തോട് ദൈവത്തിന് പറയാനുള്ള ദൂത. പഴയ നിയമം തൊട്ട് സുവിശേഷങ്ങളിലൂടെ പുതിയ നിയമ സഭയോട് വരെ ഇടപെടുന്ന ഒരു ദൂത. വചനത്തെ നിരസിക്കരുത്, വചനത്തെ വിട്ടുകളഞ്ഞു പോകല്ലേ, ഇതിനെ ഗ്രഹിക്കാതെ പോകരുത്, മനംതിരിയാതെ പോകരുത്, പാപത്തിൽ തുടരരുത്, പാപത്തോട് യാത്ര പറയണേ, പിന്മാറ്റങ്ങളിൽ തുടരരുത്, അതിനോട് യാത്ര പറയണേ, ദൈവകൃപയിലേക്ക് മടങ്ങി വരണേ. അല്ലെങ്കിൽ വീടുകൾ ശൂന്യമാകുമേ, പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെ പോകുമേ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി എല്ലാവരും ചേർന്ന്. പക്ഷെ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ ഞാൻ പറയാം. അതതിൻ്റെ 13-ാമത്തെ വാക്യം. അതിലൊരു ദശാംശമെങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശത്തിന് ഇരയായിത്തീരും. എങ്കിലും കരിമരവും കരുവേലകവും വെട്ടിയിട്ടാൽ അതിൻ്റെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്തതി ഒരു കുറ്റിയായി ശേഷിക്കും. ഇന്ന് പകലിൽ ദൈവസഭയോട് ദൈവം എനിക്ക് തന്ന നിയോഗത്തിനകത്ത് ഞാൻ പറയാം. ഇവിടെ ഇത്രയും കുടുംബങ്ങൾ ഉള്ളതിൽ ആമേൻ 98% കുടുംബങ്ങളും ദൈവകൃപ വിട്ടുപോയാലും ഈ സഭ ദൈവത്തിൻ്റെതാണെങ്കിൽ, ഇതിനെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം വചനത്തോട് പ്രതികരിക്കാൻ, വചനത്തിന് ആമേൻ പറയാൻ, വചനമനുസരിച്ച് ജീവിതത്തെ പണിയാൻ ദൈവം ഒരു ശേഷിപ്പിനെ എഴുന്നേൽപ്പിക്കും. കരിമരവും കരിമേലകവും വെട്ടിയിട്ടാൽ അതിന്റെ വേരിൽ അതിന്റെ ജീവൻ ശേഷിച്ചിരിക്കുന്നത് പോലെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നേരെ ചൊവ്വേ നിൽക്കുന്ന ഒരു കൂട്ടത്തെ ദൈവം തനിക്ക് വേണ്ടി ശേഷിപ്പിക്കും. Power of God, power of God, power of God, power of God. എന്തായാലും കർത്താവിനൊരു ശേഷിപ്പിനെയാ വേണ്ടുന്നത്. ഇന്ന് പകലെ ദൈവത്തോട് പറയണം, ഓരോ കുടുംബങ്ങളും പറയണം, ഓരോ വ്യക്തികളും പറയണം, കരിമരവും കരിവേലകവും വെട്ടിയിട്ടാലും അവയുടെ കുറ്റി ശേഷിക്കുന്നത് പോലെ ദൈവസഭയ്ക്കകത്തൊരു വിശുദ്ധ സന്തതിയായി ഞാനും എന്റെ തലമുറയും എന്റെ കുടുംബവും എന്നും നിൽക്കത്തക്ക വിധത്തിൽ ഒരാത്മപകർച്ചയും അഭിഷേകവും ഞങ്ങളുടെ മേലെ എന്റെ ദൈവമേ നിക്ഷേപിക്കണേ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം.
രക്തം ചെയ്യാൻ എനിക്കറിയാം. കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവ് ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവ് ചിലരെ ഈ പകലിൽ സ്പർശിക്കുകയാണ്. ദൈവ സാന്നിധ്യം ചിലരെ തൊടാൻ പോവുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾക്ക് നിലവിളിക്കണമെങ്കിൽ നിലവിളിച്ചു പറ, കർത്താവേ, വേറൊന്നും ചോദിക്കുന്നില്ല. ഈ തലമുറയിൽ നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു ശേഷിപ്പാക്കി എന്നെ നിർത്തണേ കർത്താവേ. വെട്ടിയിട്ടാലും ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ഒരു കരിമരം പോലെ, കരിവേലകം പോലെ, മണ്ണിന്റെ അകത്തായാലും നിനക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടമാക്കി ഞങ്ങളെ നിർത്തണേ. ഇസ്രായേലിന്റെ കാലത്ത് ജനം മടങ്ങി വന്നതുപോലെ, നെഹമ്യാവിന്റെ കാലത്ത് പ്രവാസത്തിൽ നിന്ന് ജനം മടങ്ങി വന്നതുപോലെ, ഇന്ന് പകലിൽ നഷ്ടപ്പെട്ട ഇടത്തു നിന്നൊരു മടങ്ങി വരവ്, പ്രാർത്ഥനയിലേക്കൊരു മടങ്ങി വരവ്, വചനധ്യാനത്തിലേക്കൊരു മടങ്ങി വരവ്, ആരാധനയിലേക്കൊരു മടങ്ങി വരവ്, ദൈവകൃപയിലേക്കൊരു മടങ്ങി വരവ്, അഭിഷേകത്തിലേക്കൊരു മടങ്ങി വരവ്, മടുപ്പുകളിൽ നിന്ന്, മരവിപ്പുകളിൽ നിന്ന്, ക്ഷീണങ്ങളിൽ നിന്ന്, തളർച്ചകളിൽ നിന്നൊരു മടങ്ങി വരവ്. നീ തല ഉയർത്താതിരിക്കാൻ, നീ ഒരിക്കലും ദൈവകൃപയിൽ നിലനിൽക്കാതിരിക്കാൻ പിശാച് നിന്നെ തകർക്കാൻ ശ്രമിച്ചെങ്കിൽ ഇന്ന് പകൽ പറ, വചനത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു, കൃപയിലേക്ക് ഞാൻ മടങ്ങി വരുന്നു, അഭിഷേകത്തിലേക്ക് ഞാൻ മടങ്ങി വരുന്നു. സഹോദരങ്ങളെ, നമ്മളൊക്കെ എത്ര ധൈര്യശാലികളായാലും കാട്ടിലെ വൃക്ഷങ്ങൾ പോലെ നമ്മുടെ ഹൃദയം ഉലഞ്ഞു പോകുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടാകും. എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ഉലഞ്ഞു പോകും. ഇതുപോലെ സ്തോത്രം, ഹിസ്കിയാവ് ഒന്ന് ഉലഞ്ഞായിരുന്നു. ആമേൻ. എപ്പോഴാണെന്നറിയാം? അരാം എഫ്രീമിനോട് യോജിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയം, അവൻ്റെ ജനത്തിൻ്റെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റുകൊണ്ട് ഉലയും പോലെ ഉലഞ്ഞുപോയി. എന്ന് പറഞ്ഞാൽ സഹോദരൻ ശത്രുപക്ഷം ചാഞ്ഞെന്നറിഞ്ഞപ്പോൾ, ശത്രു എതിരെ നിൽക്കുന്നെന്നറിഞ്ഞപ്പോഴല്ല ഒലഞ്ഞത്. എപ്പോഴാ ഒലഞ്ഞ്? സഹോദരൻ ശത്രുപക്ഷത്ത് ചാഞ്ഞെന്നറിഞ്ഞപ്പോൾ ഹൃദയം ഒലഞ്ഞുപോയി. ഇന്ന് പകല് ചിലരെ നോക്കി ഞാൻ പറയാം, ഒരു ശേഷിപ്പായി നീ നിൽക്കുമ്പോഴും ചിലപ്പം നിൻ്റെ ഹൃദയം കാട്ടിലെ വൃക്ഷങ്ങൾ കാറ്റത്തുലയുന്നത് പോലെ ചിലപ്പോൾ ഉലഞ്ഞു പോയി എന്ന് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ ഒരു പ്രതിസന്ധിയുടെ നടുവിലും ദൈവകൃപയോടെ നിന്നോണം. ഈ പകലിൽ പറ, പെരുങ്കാറ്റത്തുലഞ്ഞു പോകുന്ന വൃക്ഷം പോലെയാ എൻ്റെ ദൈവമേ ഞാൻ നിൽക്കുന്നത്. എന്നെ നിലനിർത്തണം. ഒരുപക്ഷെങ്കിൽ സാമ്പത്തിക വിഷയങ്ങൾ, ഒരുപക്ഷെ ആരോഗ്യ മേഖല, ഒരുപക്ഷെങ്കിൽ മറ്റ് വിഷയങ്ങൾ, തലമുറ സംബന്ധമായ വിഷയങ്ങൾ, കുടുംബപരമായ വിഷയങ്ങൾ, പലതും പെരുങ്കാറ്റിന്റെ അകത്ത് അകപ്പെട്ടുപോയ ഒരു വൃക്ഷം ഉലഞ്ഞു പോകുന്നത് പോലെ നിന്നെ ഉലയ്ക്കുന്നുണ്ടാകാം. ഈ പകലിൽ പറ, ഒരു റമനന്റായി, ഒരു ശേഷിപ്പായി ഉലയാതെ നിൽക്കാൻ, വചനത്തിൽ നിൽക്കാൻ എനിക്ക് കൃപ താ.
ഇന്ന് പകൽ വചനത്തെ ഗ്രഹിക്കാൻ ഇതുവരെ ദൈവവചനത്തെ സ്വീകരിച്ചതുപോലല്ല. ഇനിയുള്ള നാളുകൾ ദൈവവചനത്തിൻ്റെ മുന്നിൽ ഞാൻ വില കൊടുക്കും. പാസ്റ്റർ, എനിക്ക് വചനത്തെ ഗ്രഹിക്കണം. എനിക്ക് വചനത്തിന് മുമ്പാകെ അശ്രദ്ധമായിട്ടിരിക്കണ്ട. എനിക്ക് ഗൗരവം മനസ്സിലായി, ഞാൻ മടങ്ങി വരികയാണ് എന്ന് പറയാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. ദൈവകൃതിയെ പലപ്പോഴും പലരെ മടക്കിയെടുക്കുവാൻ ആഗ്രഹിക്കും, എന്നാൽ പലരും മടങ്ങി വരികയല്ല. അതുകൊണ്ടാണ് പറയുന്നത്, യെരൂശലേമേ യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറുകയും ചെയ്തവളെ, കോഴിതണ്ട കുഞ്ഞുങ്ങളെ ചിറകിൻ മറവിൽ മറയ്ക്കുന്നത് പോലെ നിന്നെ മറയ്ക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. നിരസിക്കപ്പെട്ട സ്നേഹത്തിന്റെ ഹൃദയാർദ്രമായ വിലാപമാ ഈ വാക്യത്തിനകത്ത് കാണുന്നത്. ദൈവഹൃദയം കരനീട്ടി, പക്ഷേ സ്വീകരിച്ചില്ല, പക്ഷെ നിന്നുകൊടുത്തില്ല, വചനത്തെ നിരസിച്ചു. യെരൂശലേമിനെ പോലെ ആകാതെ ഇന്ന് പകലിൽ ഹല്ലേലൂയ ഹല്ലേലൂയ വചനത്തെ സ്വീകരിക്കുവാൻ, വചനത്തിന് വേണ്ടി വില കൊടുക്കാൻ ഈ പകൽ എത്ര പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ.